സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. താനൂർ ബോട്ടപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത് എന്ന വിഷയമാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. സാധാരണ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോയാൽ അവിടുത്തെ ബോട്ടിലോ വള്ളത്തിലോ അല്ലെങ്കിൽ ആകാശത്തൊട്ടിയിലോ ഒക്കെ നമ്മൾ കയറുന്നത് ഒരു വിശ്വാസത്തിലാണ്. നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഇതിൻ്റെ എല്ലാം സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന വിശ്വാസത്തിലാണ് സ്വന്തം കുഞ്ഞുങ്ങളുമായി പോലും നമ്മൾ ഈ ബോട്ടിലും വള്ളത്തിലും ഒക്കെ കയറുന്നത്. ആ വിശ്വാസമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. അതിനുശേഷം പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് അനാസ്ഥകളുടെ ഒരു പെരുമഴയായിരുന്നു. അക്കമിട്ട അനാസ്ഥകളാണ് ഇവിടെ സംഭവിച്ചത്. മത്സ്യബന്ധന ബോട്ടിന് രൂപമാറ്റം വരുത്തി അത് ഒരു ഉല്ലാസ ബോട്ടാക്കി മാറ്റി. ബോട്ടിന് ലൈസൻസോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ ഉണ്ടായിരുന്നില്ല. ആ ബോട്ടിൽ കയറാവുന്നതിൻ്റെ ഇരട്ടിയിലധികം ആളുകളെയാണ് കയറ്റിയത്. സ്രാങ്കിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. ലൈഫ് ജാക്കറ്റ് അടക്കം ഒരു ബോട്ടിൽ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ ബോട്ടിൽ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട യാതൊരു മാനദണ്ഡങ്ങളും ഉപയോഗിച്ചതുമില്ല. ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. സ്പോട്ടിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർമാരായ CV അനുമോദും പ്രസാദ് ഉടുമ്പശ്ശേരിയും ചേരുന്നു. ആദ്യം പ്രസാദിലേക്കാണ്. പ്രസാദെ, ഇതിപ്പോൾ വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇത് സ്വാഭാവികമായി ഉണ്ടായ ഒരു അപകടമല്ല, കാലങ്ങളായുള്ള ഗുരുതരമായ അനാസ്ഥയുടെ കൂടി ഫലമാണ്. പ്രധാനമായും 5 അനാസ്ഥകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, ഈ മത്സ്യബന്ധന ബോട്ട് രൂപമാറ്റം വരുത്തി ഉല്ലാസ ബോട്ടാക്കി മാറ്റിയെന്നാണ്. അങ്ങനെ രൂപമാറ്റം വരുത്താനുള്ള നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നിയമത്തിന് അങ്ങനെ അനുമതി ഉണ്ടോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം നിയമപരമായ മാനദണ്ഡങ്ങളാണ് പാലിക്കേണ്ടത്? കിരൺ, ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ബോട്ട് ഒരു കാരണവശാലും ഉല്ലാസ ബോട്ടാക്കി മാറ്റാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ രൂപമാറ്റം വരുന്നതോടുകൂടി തന്നെ ഇതിന്റെ അപകട സാധ്യത വലിയ തോതിൽ വർദ്ധിക്കുന്നു. എനിക്ക് പുറകിൽ നമുക്ക് ഈ ബോട്ട്, ഈ അപകടത്തിൽപ്പെട്ട ബോട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ഇതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയാത്തത് ഇപ്പോൾ പോലീസ് ഇന്ന് രാവിലെ മുതൽ തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുകൊണ്ടാണ്. ഇവിടെ തന്നെ അല്ലാതെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാക്കും. ഇതിന്റെ ഒരു ഫൈബർ ബോട്ടാണ്. ഈ ഫൈബർ ബോട്ട് സാധാരണഗതിയിൽ ഒരു കാരണവശാലും രൂപമാറ്റം വരുത്താൻ അനുമതി നൽകാറില്ല. ഇതിന്റെ മുൻവശം എന്ന് പറയുന്നത് വി ഷേപ്പിലാണ്. ഇതിന്റെ മുൻവശം സാധാരണഗതിയിൽ വി ഷേപ്പ് ഉപയോഗിക്കുന്നത് സമുദ്രത്തിൽ, ഈ കടലിലൊക്കെ പോകാൻ വേണ്ടിയാണ്, തിരയെ മുറിച്ച് കടന്ന് പോകുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഫിഷിങ്ങിന് വേണ്ടി, മത്സ്യബന്ധനത്തിന് വേണ്ടിയാണ് അത്തരം ബോട്ടുകൾ ഉപയോഗിക്കാറുള്ളത്. ഉല്ലാസ ബോട്ടുകളിൽ സാധാരണഗതിയിൽ മുൻവശം യു ഷേപ്പിലായിരിക്കും. അത് അല്പം കൂടി പരന്നതായിരിക്കും എന്നതാണ്. അതായത് കൂടുതൽ ഭാരം വരുമ്പോൾ, കൂടുതൽ ആളുകൾ കയറുമ്പോൾ അത് ചെരിയാനുള്ള സാധ്യത അല്ലെങ്കിൽ മറിയാനുള്ള സാധ്യത കുറഞ്ഞു കിട്ടും എന്നുള്ളതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അതിന്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം അത് ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമുക്ക് കാണാൻ, നമ്മളുടെ കണ്ണിന് മുന്നിൽ കാണാൻ കഴിയുന്നതാണ്. ഇതൊരു സാധാരണ ഇതിന്റെ ഈ ബോട്ട് ഒരു ബസ് പോലെ ഗ്ലാസുകളെല്ലാം വെച്ച് അതിന് 2 കമ്പികൾ കുറുകെയിട്ട് അതിന്റെ ഉള്ളിലിരിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും പുറത്തേക്ക് പോകാൻ കഴിയാത്ത തരത്തിലാണ് നിൽക്കുന്നത്. ഇത് അപകടം സംഭവിച്ചപ്പോൾ ഇത്രയും അധികം ആളുകൾ മരിക്കാനുണ്ടായ ഒരു കാരണവും ഇത് തന്നെയാണ്. രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളെല്ലാം അവിടെയാണ് ഒരു ഗൗരവമായ സംശയമുള്ളത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിയമം ലംഘിച്ചാണ് ചെയ്യുന്നത്, അത് ഒരു വശം. പക്ഷെ അതിനോടൊപ്പം തന്നെ എന്തിനാണ് ഇങ്ങനെ, നമ്മൾ ഇതുവരെ കണ്ട ബോട്ടുകളിലൊന്നും എവിടെയും ഇങ്ങനെ ബസ്സിന്റെ പോലെ സൈഡിൽ കമ്പി വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്ന ഒരു സംവിധാനം കണ്ടിട്ടില്ല. എന്തിനായിരിക്കും അവർ ഇങ്ങനെ ഒരു, അത്ര പോലും അറിവില്ലേ എങ്ങനെ ഒരു ബോട്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കമ്പി പിടിപ്പിക്കരുത് എന്നുള്ള ഒരു അറിവ് പോലും ഇല്ലാത്തവരാണോ, അതോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണോ അവർ ഇങ്ങനെ ഒരു കമ്പി പിടിപ്പിച്ചത്? ഇത് ഒരു കാരണവശാലും, കാരണം അംഗീകൃത യാർഡുകളിലാണ് ഈ ബോട്ട് നിർമ്മിച്ചതെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ബോട്ട് വന്നിരിക്കുന്നത്, ഈ ബോട്ട് പൊന്നാനിയിൽ നിന്നും ഒരു കക്ഷിയിൽ നിന്നും 20,000 രൂപയ്ക്ക് ഒരാൾ വാങ്ങുകയും പിന്നീട് അത് പല കൈമറിഞ്ഞാണ് ഇതിപ്പോൾ ഉടമസ്ഥനായ നാസറിന്റെ കയ്യിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ രൂപമാറ്റം വരുത്തി ഇത് ഉല്ലാസ ആവശ്യത്തിനായി ഈ ബോട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ കമ്പി. ഒരു കാരണവശാലും കിരൺ പറയുന്നത് വളരെ വ്യക്തമാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും, ടൂറിസം സ്ഥലങ്ങളിലാണെങ്കിലും ഇത്തരത്തിൽ ഒരു ബസ്സിന്റെ, നമുക്ക് ഈ ബോട്ടിന്റെ താഴ്ഭാഗം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിന്റെ ആ മധ്യഭാഗം നോക്കുമ്പോൾ കൃത്യമായ ഒരു ബസ് പോലെയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുക. സാധാരണ 2 ഗ്ലാസ് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന, നീക്കം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ 2 ഗ്ലാസുകൾ, അതിന് 2 കമ്പികൾ വെച്ചിരിക്കുന്നു. ഇത് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നീന്തൽ അറിയാവുന്ന ഒരാൾക്ക് പോലും ഈ അപകടം നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചാടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസവും അപകട ദിവസവും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അകത്തിരിക്കുന്നവർക്ക് പുറത്തേക്ക് വരിക എന്നത് മാത്രം
മാത്രമല്ല രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഇത് തന്നെയായിരുന്നു. പല ആളുകളും ഗ്ലാസ് പൊട്ടിച്ച് അതിനകത്തേക്ക് കടക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന് ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു രൂപമാറ്റം എന്ന് പറയുന്നതിന്റെ മുകളിലെ ഡെക്കാണ്. ഈ ഫൈബർ ബോട്ടുകൾക്ക് പരമാവധി ഈ നിശ്ചിത ഉയരത്തിൽ കൂടുതൽ ഒന്നും തന്നെ പാടില്ല എന്നുള്ളതാണ്. ഡെക്ക് ഒരു കാരണവശാലും പാടില്ല. അതിന്റെ ഒരു കാരണം എന്തുകൊണ്ടാണ് പാടില്ല എന്നത് പറയുന്നതിന്റെ പ്രധാന കാരണം ഈ ഡെക്ക് വെക്കുന്ന സമയത്ത് ഏതെങ്കിലും സ്ഥലത്തിൽ രണ്ട് വശങ്ങളിലായിട്ടായിരിക്കും ആളുകൾ നിൽക്കുക. ഒരു കാരണവശാലും അതിന്റെ മധ്യഭാഗത്ത് ആളുകൾ നിൽക്കാറില്ല. ആളുകൾക്ക് കാഴ്ച കാണാൻ വേണ്ടി കൂടിയാണ് ഈ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഡെക്ക് വെക്കുമ്പോൾ അത്രയേറെ സുരക്ഷിതത്വം ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഏതെങ്കിലും തരത്തിൽ ഒരു ഭാഗത്തേക്ക് ചെരിവ് വരുമ്പോൾ സ്വാഭാവികമായും മറുവശത്ത് നിൽക്കുന്ന ആളുകൾ ഭയന്ന് പിന്നീട് കൂടുതൽ എല്ലാവരും കൂടി ഒരു വശത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. അത് പെട്ടെന്ന് മറിയാനുള്ള കാരണവും അതിലേക്ക് വരാനുള്ള സാധ്യതയാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ ഇത്തരം ഫൈബർ ബോട്ടുകളിൽ ഈ ഡെക്ക് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്നത് പറയുന്നതിന്റെ കാരണം എത്രയും സുരക്ഷത്തോടു കൂടിയാണ് നിർമ്മിക്കേണ്ടത്. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. ഈ അപകട ദിവസം ഇതിന്റെ മുകളിലെല്ലാം തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ അപകടത്തിൽ 37 പേരെ 22 പേർ മരിക്കുകയും 10 പേർ വിവിധ ആശുപത്രികളായി ചികിത്സയിലും കഴിയുന്നു. 5 പേർ ഇതിൽ നിന്ന് നീന്തി രക്ഷപ്പെടുന്നു. ഈ 5 പേർ രക്ഷപ്പെടുക എന്ന് പറയുന്ന 5 പേരും TDRF അതായത് താലൂക്ക് ഡിസാസ്റ്റർ റെസ്ക്യൂ ഫോഴ്സിന്റെ ആളുകളാണ്. അപ്പൊ അവർക്ക് ഇത്തരത്തിൽ പരിശീലനം കിട്ടിയ ആളുകളാണ്. അതുകൊണ്ടുകൂടിയാണ് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. അവർ അതിന് രക്ഷപ്പെട്ട് പിന്നീട് അവർ രക്ഷാപ്രവർത്തകരായി മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അവർ മാത്രമാണ് അത്തരത്തിൽ അവർക്ക് നീന്തി രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ബോട്ട് ഓടിച്ച സ്രാങ്കിനും സഹായികൾക്കും മാത്രമാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. മറ്റുള്ള എല്ലാവരും അതിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. ഇത്രയും വലിയ ഈ രൂപമാറ്റം ഇത്രയും ഗുരുതരമായ രീതിയിൽ അപകടകരമായ രീതിയിൽ രൂപമാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സാധാരണഗതിയിൽ ബോട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോർട്ട് ഓഫീസറാണ് അതിന്റെ മേൽനോട്ടം എല്ലാം തന്നെ വഹിക്കേണ്ടത്. ഒരു ബോട്ട് നിർമ്മിക്കുമ്പോൾ അത് അംഗീകൃത യാർഡിൽ വേണം ഒരു ബോട്ട് നിർമ്മിക്കാൻ. ആ അംഗീകൃത യാർഡിൽ ബോട്ട് നിർമ്മിക്കുന്ന സമയത്ത് സർവേയർ ആണ് ഇത് നോക്കുകയും അതിന്റെ ഓരോ ഘട്ടവും പരിശോധിക്കുകയും ചെയ്യേണ്ടത്. അവർ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകും. അതിനുശേഷം അതിന്റെ ഫിറ്റ്നസ് സ്റ്റെബിലിറ്റി പരിശോധിക്കും. അങ്ങനെയെല്ലാം ഓരോ ഘട്ടവും വളരെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു ബോട്ടിന് അംഗീകാരം നൽകാൻ പാടുള്ളൂ. ഇവിടെ അതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ കഴിയും. കാരണം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അതിപ്പോൾ മൗനാനുവാദം കൊടുക്കുകയാണെങ്കിൽ പോലും ഇത്തരത്തിൽ വെച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഒരു പരിശോധനയിൽ തന്നെ ഇത് അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് ഓരോ വർഷവും ഇതിന്റെ ഫിറ്റ്നസ് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബോട്ടിന് അനുമതി നൽകിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെയാണ് വളരെ ഗുരുതരമായ ഒരു ആരോപണം വരുന്നത്. ഇത് ഈ മാസം അതായത് ഏപ്രിൽ 15-നാണ് വിഷു ദിവസമാണ് ഈ ബോട്ട് ഇവിടെ സർവീസ് ആരംഭിക്കുന്നത്. ഉല്ലാസ നൗകയായി ഇത് സർവീസ് ആരംഭിക്കുന്നത്. ആ സമയത്ത് ഈ ആളുകൾ ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഇത് ചൂണ്ടിക്കാട്ടിയതാണ്. എങ്ങനെയാ ഇത്തരം ഒരു സുരക്ഷിതത്വമില്ലാതെ ഒരു ബോട്ട് ഇങ്ങനെ ആളുകളെയും കൊണ്ട് ഈ കുത്തി നിറച്ച് സർവീസ് നടത്തുന്നതെന്നുള്ള പലതവണ ആളുകളെല്ലാം തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. ഇവിടുത്തെ വാർഡ് മെമ്പർ തന്നെ, അതായത് ഈ നിൽക്കുന്ന താനൂർ നഗരസഭയിൽപ്പെട്ട 1-ാം വാർഡിലെ നിസാമുദ്ദീൻ എന്ന വാർഡ് മെമ്പർ തന്നെ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അത് DTPCയുടെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷെ ഒരു നടപടിയും ഈ സമയത്ത് പോലും ആ സമയങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. 2 തവണ മാത്രമാണ് പോലീസ് ഇതിനകത്ത് ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. ഒന്ന് പെരുന്നാൾ ദിവസവും അതിനു മുമ്പ് തിരക്കുള്ള മറ്റൊരു ദിവസവും. ആ പെരുന്നാൾ ദിവസം നിർത്തിയത് ഈ രൂപമാറ്റം വരുത്തിയത് ഇതിന്റെ മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് വേണം ഈ സർവീസ് നടത്താനൊരു നിർദ്ദേശം കൊടുത്തു. പക്ഷേ സംശയം ഇതിനിടയിൽ ഈ പോലീസുകാർ വന്നപ്പോഴും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ ഇതിനിടയ്ക്ക് ഈ ബോട്ട് സർവീസ് നടത്തുന്ന ഏതെങ്കിലും ദിവസം അവിടെ വന്നിരുന്നെങ്കിൽ അവർ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു ബോട്ട് ഇങ്ങനെ ഗ്ലാസ് മറച്ചുകൊണ്ട് കമ്പി വെച്ച ഒരു ബോട്ട് ഉപയോഗിക്കരുത്, അത് സ്വാഭാവികമായും സർട്ടിഫിക്കറ്റ് കിട്ടിയതല്ല എന്ന് തിരിച്ചറിയാൻ സർട്ടിഫിക്കറ്റ് നോക്കി പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നല്ലേ. അത്ര പോലും പരിശോധന ഉണ്ടായില്ല എന്ന് വേണമോ കരുതാൻ? അതോ അവർക്ക് അപ്പുറത്തേക്കുള്ള സ്വാധീനശേഷിയുള്ള ആളാണോ ഈ ബോട്ടിന്റെ ഉടമ നാസർ? അവിടെയാണ് പ്രധാനമായും ഉയരുന്ന സംശയം. ഒന്ന്, കിരൺ പറഞ്ഞതുപോലെ തന്നെ ഇത് ഏതൊരു ഉദ്യോഗസ്ഥനും ഈ മേഖലയിൽ നിൽക്കുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു പരിശോധനയും കൂടാതെ അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ തന്നെ ഇതിന്റെ ലൈസൻസും അനുമതിയും എല്ലാം തന്നെ റദ്ദാക്കാവുന്നതാണ്. ആ നടപടി ഉണ്ടായിട്ടില്ല. അതിനർത്ഥം അങ്ങനെ ഒരു പരിശോധന നടന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിശോധന നടക്കുകയും അത് കണ്ണടക്കുകയും ചെയ്തു. അപ്പോൾ പിന്നീട് മറ്റൊരു ആരോപണം വരുന്നത് ഉന്നത സ്വാധീനമാണ്. ഇപ്പോൾ വാർഡ് കൌൺസിലർ ആരോപിച്ചിരിക്കുന്നത് ഈ ഉന്നത സ്വാധീനം കൊണ്ടാണ്. ഇത്രയും പരാതി നൽകിയിട്ടും 2 തവണ പോലീസ് ഇടപെട്ടിട്ടും പക്ഷെ പിന്നീട് ഇതേ ബോട്ട് തന്നെ സർവീസ് നടത്തി എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അപ്പോൾ ആരോടാണ് പരാതി പറയേണ്ടത്? പരാതി പറഞ്ഞാൽ എന്ത് നടപടിയാണ് ഉണ്ടാകുന്നത്? ഒരു നടപടിയും ഈ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പിന്നെ ഒന്ന്, ഈ അപകടം നടന്ന ദിവസം, ആ ഒരു ദിവസത്തെ ഒരു ദുരന്തം മാത്രമല്ല, ഇതിനു മുമ്പും
ഇതിലുണ്ടായിട്ടുള്ള ഈ ബോട്ട് മുഴുവൻ സർവീസ് നടത്തിയത് എല്ലാ ദിവസവും അപകടകരമായ സാഹചര്യത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകളെല്ലാം ഇതിന് ദിക്സാക്ഷികളായി. ഇപ്പോൾ നമുക്ക് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ അന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകൾക്കെല്ലാം തന്നെ അറിയാവുന്നതാണ്. അവർ നമ്മളോട് പങ്കുവച്ചതുമാണ്. ഇവിടെ നിന്ന് രണ്ട് കരകളിലും ഇവിടുന്ന് റോഡിലേക്ക് എത്താൻ അല്പദൂരം, അതായത് 100 മീറ്ററെങ്കിലും ഇവിടുന്ന് പോകേണ്ടതുണ്ട്. അപ്പോൾ അത്രയേറെ ദുസ്സഹമായ ഒരു സാഹചര്യത്തിലായിരുന്നു അന്നത്തെ രക്ഷാപ്രവർത്തനം എല്ലാം തന്നെ നടത്തിയത്. ഇപ്പോൾ ഈ പുഴയുടെ ഇത് പൂരപ്പുഴ എന്ന് പറയുന്ന പരപ്പനങ്ങാടിയുടെയും താനൂരിന്റെയും അതിർത്തി പ്രദേശമാണ്. ഇവിടെ ഈ രണ്ട് വശങ്ങളിലും റോഡില്ല. അപ്പോൾ അത്രയേറെ ദുസ്സഹമായ സാഹചര്യത്തിലായിരുന്നു അന്ന് അവരെല്ലാം രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. അപ്പോൾ ഈ ബോട്ട് സർവീസ് നടത്തുന്ന സമയത്ത് വളരെ ചെരിഞ്ഞ് തന്നെയാണ് ഈ ബോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ സർവീസ് നടത്തുമ്പോൾ ഇത് കാണുന്ന ആളുകൾ അവരോട് പറയാറുണ്ട്, ഇതിന്റെ ഉടമസ്ഥനോട് തന്നെ നിരവധി പറഞ്ഞ ആളുകളുണ്ട്, ഇത്രയും സുരക്ഷിതമില്ലാതെയാണ് നിങ്ങൾ ഈ ബോട്ട് സർവീസ് നടത്തുന്നതെന്ന് പറയുമ്പോൾ അതെല്ലാം ഞങ്ങൾ ശരിയാക്കും എന്നതല്ലാതെ മറ്റൊരു മറുപടിയും ഇല്ല. അതുപോലെ തന്നെ ആളുകൾ പോകുന്നു. ഒരു തവണ ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ, ഈ പ്രദേശവാസിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിൽ ബന്ധുക്കളോ ആരോ ഇവിടെ ഈ ബോട്ടിൽ കയറുകയും പിന്നീട് വളരെ അപകടകരമായ രീതിയിൽ ഈ ബോട്ട് ചെരിഞ്ഞ സമയത്ത് അവർ തന്നെ ആവശ്യപ്പെട്ടു തിരിച്ച് ബോട്ടിംഗ് സർവീസിന്റെ ഫസ്റ്റ് പോയിന്റിലേക്ക്, അതായത് സർവീസ് തുടങ്ങുന്ന സമയത്ത് ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ കർക്കശമായി ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ആ ബോട്ട് സർവീസ് പൂർത്തിയാക്കാതെ തിരിച്ച് ഫസ്റ്റ് പോയിന്റിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. മുൻപ് 4 ദിവസം മുമ്പ്, അതായത് അപകടം നടക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് ഈ ബോട്ട് ഒരു മണൽത്തിട്ടയിൽ ഇടിച്ച്, അതായത് ഇത് അഴിമുഖത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അപ്പം നമുക്കറിയാം, അഴിമുഖത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ അല്പം മണൽ നിറഞ്ഞു നിൽക്കുന്ന മണൽത്തിട്ടകൾ ഏറെയുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ആ മണൽത്തിട്ടയിൽ ഒരു തവണ ഇടിച്ച് ഈ ബോട്ട് നിൽക്കുകയും പിന്നീട് ഈ ബോട്ടിലെ ജീവനക്കാരും നാട്ടുകാരുടെ സഹായത്തോടുകൂടി ബോട്ട് മാറ്റുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിരവധി സംഭവങ്ങൾ ഈ ബോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അത്രയേറെ ഉന്നത സ്വാധീനം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു ബോട്ട് സർവീസ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു സുരക്ഷിതത്വം ഇപ്പോൾ ആളുകളെല്ലാം ഒരുപോലെ പറയുന്നുണ്ട്, വിനോദസഞ്ചാരവും എല്ലാം വളരെയധികം പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ്. അതുതന്നെ ഒരുതരം ഈ ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി തന്നെ പല ആളുകളും അത് വളരെ ഭംഗിയായി ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ആളുകളുടെ ജീവന് വില കൽപ്പിക്കാതെ നടത്തുന്ന ഇത്തരം സർവീസുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാം. ഇപ്പൊ നമുക്ക് ആളുകൾ പറയുമ്പോൾ വളരെ വേദന തോന്നും. ഈ ഒരു സുരക്ഷിതത്വമില്ലാതെ ഈ കമ്പി വെച്ച് നടക്കുന്നതിൽ അതെല്ലാം മാറ്റിയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് പറയുന്നത്. 37 പേരെയാണ്, ഇതിൽ 22 പേരും മരിച്ചു എന്നുള്ളതാണ് ഇതിലെ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം. ശരി, നമുക്ക് CV അനുമോദിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അനുമോദ, ഈ ബോട്ടിന് ലൈസൻസോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കഥ കൂടിയാണ് ഇപ്പോൾ പ്രസാദ് പറഞ്ഞുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ഈ ബോട്ടിന് ലൈസൻസും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഒക്കെ പരിശോധിക്കേണ്ടത്? ഇതിന് ഏതെല്ലാം ഏജൻസികൾക്ക് ഉത്തരവാദിത്വമുണ്ട്? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മാരിടൈം ബോർഡിനാണ് ഇതിൽ പൂർണ്ണ അതോറിറ്റി മാരിടൈം ബോർഡിനാണ്. അതല്ലെങ്കിൽ അതിന് താഴെ വരുന്ന വകുപ്പുകൾ, അതായത് ബേപ്പൂരിൽ ആണ് ഇത് സംബന്ധിച്ചുള്ള ഇൻലാൻഡ് നാവിഗേഷന്റെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. ഈ 2 മേഖലകളിലാണ് ഇത് സംബന്ധിച്ച ഒരു ബോട്ട് വെള്ളത്തിലിറക്കുന്നത് സംബന്ധിച്ചുള്ള അന്തിമ അനുമതി നൽകേണ്ടത്. അതായത് ഈ ബോട്ട് വെള്ളത്തിലിറക്കാൻ പ്രാപ്തമാണ്, ഇതിന് സുരക്ഷാ സംവിധാനങ്ങളുണ്ട് എന്നീ കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനം എടുക്കേണ്ടതും സർട്ടിഫിക്കറ്റ് നൽകേണ്ടതും ഈ 2 അതോറിറ്റികളുമാണ്. അതോടൊപ്പം തന്നെ ഈ ബോട്ട് എവിടെ ആണ് ഈ സർവീസ് നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള അനുമതികൾ, അത് വിനോദസഞ്ചാര മേഖലകളിലാണെങ്കിൽ ടൂറിസം വകുപ്പിന്റെ അനുമതി വേണം. രണ്ടാമതായിട്ട് ഇത് പ്രാദേശിക ഭരണകൂടങ്ങളുടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ പഞ്ചായത്ത് ആയിക്കോട്ടെ, അവരുടെ അനുമതിയും ഈ കാര്യത്തിൽ ആവശ്യമാണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വലിയ തോതിൽ വിമർശനങ്ങൾ ആർക്കാണ് ഇവരെ പരിശോധിക്കാനും നിയന്ത്രിക്കാനും അധികാരമുള്ളത് എന്ന് ചോദിച്ച് വലിയ വിമർശനങ്ങൾ ഉയരുകയും പരസ്പരം കുറ്റപ്പെടുന്ന തരത്തിൽ വിവിധ വകുപ്പുകൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് പോലീസിനെതിരെയും വിമർശനം ഉയർന്നത്. ആ പോലീസ് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടില്ല എന്ന വലിയ തോതിലൊരു വിമർശനം ഇന്നലെ MLA-മാരടക്കം ഉന്നയിക്കുന്നൊരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ വർഷം ഡിസംബർ 22-ാം തീയതി മലപ്പുറം ജില്ലാ വികസന സമിതി യോഗത്തിൽ നടന്ന ഒരു മീറ്റിംഗിൽ MLA ഉന്നയിച്ച ഈ ഒരു അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉന്നയിച്ച ഒരു ആവശ്യത്തിൽ, വള്ളിക്കുന്ന് MLA ആണ് അദ്ദേഹം ഉന്നയിച്ച ആവശ്യത്തിൽ കളക്ടർ പറഞ്ഞത് വിനോദസഞ്ചാര മേഖലകളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കും, ഈ ലൈസൻസ് ഉണ്ടോ ഫിറ്റ്നസ് ഉണ്ടോ സുരക്ഷാ സംവിധാനങ്ങളുണ്ടോ എന്ന് ഉറപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അതിനെ പോലീസിനെ ചുമതലപ്പെടുത്തിയെന്നും എന്നും വിശദമാക്കുന്നൊരു മറുപടി കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസുമായി അന്വേഷിച്ചപ്പോൾ പോലീസിന് ഇത്തരത്തിൽ ഈ ഒരു
വിനോദസഞ്ചാര മേഖലയിലെ ഒരു ബോട്ടിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് പരിശോധന നടത്താനുള്ള അധികാരമില്ല എന്നാണ് പോലീസ് പറയുന്നത്. കാരണം പോലീസ് അല്ല ഇവർക്ക് ലൈസൻസ് നൽകി വെള്ളത്തിലിറക്കാൻ അനുമതി നൽകുന്നത് എന്നാണ് പോലീസ് ഇതിൽ നൽകുന്ന വളരെ കൃത്യമായിട്ടുള്ള അവരുടെ ഭാഗം വിശദീകരിക്കുന്ന ഒരു മറുപടി ഉള്ളത്. പോലീസിന്റെ അനുമതിയോടെ ലൈസൻസോടെ തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് അല്ലെങ്കിൽ തുടങ്ങുന്ന കാര്യങ്ങൾക്ക് അതിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട അല്ലെങ്കിൽ അതിൽ കൃത്യമായ ഉത്തരവാദിത്തം പോലീസിനുണ്ട്. പക്ഷേ ഒരു വെള്ളത്തിൽ ബോട്ട് ഇറക്കുന്നത് പോലീസിനോട് ചോദിച്ചിട്ടല്ല. പോലീസിനെ സംബന്ധിച്ച് ഇതിൽ ഒരു ബോട്ട് വെള്ളത്തിൽ ഇറക്കണ്ട എന്ന് പറയാനുള്ള അധികാരമില്ല എന്നൊരു മറുപടിയാണ് പോലീസ് നൽകുന്നത്. പക്ഷേ വേണമെങ്കിൽ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും, ഒരു ബസ്സിൽ അനുവദിക്കുന്നതിനൊക്കെ കൂടുതൽ ആളുകൾ കയറുമ്പോൾ നമ്മൾക്കറിയാം റോഡിൽ നിന്ന് പോലീസ് കൈ കാണിച്ച് ഇത്രയും ആളെ കയറ്റി കൊണ്ടുപോകരുതെന്ന് പോലീസ് പറഞ്ഞ് നിയന്ത്രിക്കുന്നത് കണ്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ എന്തുകൊണ്ട് ഒരു ബോട്ടിൽ കൂടുതൽ ആൾ കയറുമ്പോൾ ഇത് അപകടാവസ്ഥയിലാണെന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യമുള്ളപ്പോൾ തന്നെ അതിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്വാഭാവികമായ മറ്റൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നില്ലേ? ഈ തദ്ദേശ സ്ഥാപനങ്ങൾ സ്വാഭാവികം അവിടുത്തെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ ഉണ്ട്. അവരൊക്കെയാണല്ലോ ഇത് ഏറ്റവും ആദ്യം നേരിട്ട് കാണുന്നത്. ഇവരെല്ലാം ഇപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ കാലങ്ങളായി പറയുന്നുണ്ട്, നാട്ടുകാരടക്കം പറയുന്നു, കാലങ്ങളായി പറയുന്നു ഇത് ചരിഞ്ഞു പോകുന്ന ബോട്ടാണ്, അപകടകരമായി പോകുന്ന ബോട്ടാണ്, പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ ഈ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് കാണാം അവരുടെ നിയന്ത്രണത്തിൽ കൂടിയൊക്കെയാണല്ലോ ഈ സ്ഥലമുള്ളത്. ഒരു സ്ഥലത്ത് ഒരു പുതിയതായി ഒരു ടൂറിസ്റ്റ് കേന്ദ്രം വരുന്നു, അവിടെ വലിയ വികസനം വരുന്നു, സ്വാഭാവികമായും ആളുകൾ കൂടുതലേക്ക് അവിടേക്ക് വരുന്നു. അപ്പോൾ അവിടെ അപകടകരമായ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഈ സമിതികൾ കൂടിയില്ല. അവരെ എപ്പോഴെങ്കിലും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഇതിന്റെ ഒരു കൃത്യമായ ഒരു ഉത്തരവാദിത്വം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വസ്തുതാപരമായിട്ട് പറയാൻ കഴിയുക. മാരിടൈം നിയമപ്രകാരം അല്ലെങ്കിൽ ഈ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ബോട്ടോ ചങ്ങാടമോ വള്ളമോ എന്തോ വെള്ളത്തിലിറക്കുന്നതിന് നിയമപരമായിട്ട് ചിലപ്പോൾ മാരിടൈം ബോർഡിനും അതേപോലെ ഇൻലാൻഡ് നാവിഗേഷനും ഒക്കെയാണ് ചുമതല എങ്കിൽ പോലും അവിടെ എത്തുന്ന ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം ഓരോ ഭരണകൂടത്തിനും അല്ലെങ്കിൽ ഓരോ അതാത് കേന്ദ്രങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്കുമുണ്ട്. അത്തരത്തിൽ വിനോദസഞ്ചാര വകുപ്പോ പ്രാദേശിക ഭരണകൂടമോ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. കാരണം ഈ രേഖകൾ നോക്കി മാത്രമാണോ ഒരാൾ സുരക്ഷ ഉറപ്പാക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഒരു കുറ്റം അല്ലെങ്കിൽ നിയമം ഈ സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വസ്തു മുന്നോട്ട് പോകുന്നത്, ഈ ഒരു സംരംഭം മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കിയാൽ അതിൽ ഇടപെടാനുള്ള ഉത്തരവാദിത്വം പ്രാദേശിക ഭരണകൂടത്തിനും വിനോദസഞ്ചാര മേഖലയിലുള്ളവർക്കും പോലീസിനും ഒക്കെ ഉണ്ട്. അത്തരത്തിൽ ആരും തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടില്ല എന്നതാണ് വാസ്തവം. ഒരുപക്ഷെ ഈ ഒരു ദുരന്തം ഇതിനു മുൻപ് പലപ്പോഴും നാട്ടുകാർ ഇടപെട്ടിട്ടുണ്ട്, അതേപോലെ വാർഡ് മെമ്പർ ഇടപെട്ടിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ ഇതിലെ പ്രശ്നങ്ങൾ ഉറക്കെ വിളിച്ചു പറയുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുമ്പോഴും അതിലേക്കൊന്നും നടപടിയെടുക്കാൻ ആരും തന്നെ തയ്യാറായില്ല എന്നത് ഒന്നുകിൽ നാസറിന്റെ സ്വാധീനമായിരിക്കാം, അതല്ലെങ്കിൽ ഇത് നിസ്സാരവൽക്കരിച്ചതായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും അതിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതാണ്, 22 ജീവനുകൾ. ശരി, എന്തായാലും ഈ വിഷയത്തിൽ ഇനിയും ചർച്ച തുടരേണ്ടതുണ്ട്. ഗുരുതരമായ അനാസ്ഥകൾ ഇനിയുമുണ്ട്, ആ വിഷയത്തിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. സ്പോട്ട് ലൈവ് തുടരുകയാണ്. താനൂർ ബോട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുതരമായ അനാസ്ഥകളെ സംബന്ധിച്ചാണ് ചർച്ച നടക്കുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടർമാരായ പ്രസാദ് ഉടുമ്പശ്ശേരിയും CV അനുമോദും നമുക്കൊപ്പമുണ്ട്. പ്രസാദിലേക്കാണ്. പ്രസാദെ, നമ്മൾ ഉത്തരവാദിത്ത ടൂറിസം എന്നൊക്കെ പറയുകയും ടൂറിസം മേഖലയിലേക്ക് വലിയ പദ്ധതികൾ കൊണ്ടുവരികയും ഇപ്പോൾ കോവിഡിന് ശേഷം കേരളത്തിലേക്ക് കൂടുതൽ ആളുകളൊക്കെ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമ്പത്തിക നിലയിൽ തന്നെ നിർണായകമായ പങ്ക് വഹിക്കേണ്ടതാണ് ഈ ടൂറിസം മേഖല. അത്തരത്തിൽ ഒരു ഭാഗത്ത് വികസനമൊക്കെ നടക്കുമ്പോൾ മറുഭാഗത്ത് ഇങ്ങനെ സുരക്ഷയില്ലെങ്കിൽ ആളുകൾ ഇവിടെ നാട്ടുകാരായാലും പുറത്തുനിന്ന് വരുന്നവരായാലും നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളിൽ വന്ന് ഒരു അവിടുത്തെ ബോട്ടിലോ വള്ളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപകരണങ്ങളൊക്കെ കയറുന്നത് ഈ ഇവിടെ സംവിധാനങ്ങൾ സുരക്ഷിതമാക്കി എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ? ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ബാധിക്കുന്നത് കേരളത്തിലെ ഈ ഒരു അപകടം കൊണ്ട് ഒരു സ്ഥലത്ത് മാത്രമായിരിക്കുമല്ലോ, കേരളത്തിൻ്റെ ആകെ ടൂറിസത്തെ പോലും ഇത് പിന്നോട്ടടിക്കുന്നതല്ലേ? അത്തരം ഒരു സംവിധാനം ഈ താഴെത്തട്ടിൽ ഓരോ ടൂറിസം പദ്ധതികൾ നടക്കുമ്പോൾ അവിടെ പരിശോധിക്കാനുള്ളൊരു സംവിധാനം നമുക്കില്ലേ? തീർച്ചയായും കിരൺ, സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ സംഭവങ്ങൾ വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഉത്തരവാദിത്ത ടൂറിസം എല്ലാം മികച്ച രീതിയിൽ പലയിടങ്ങളിലും നടപ്പിലാക്കുന്നുണ്ട്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പേർ, അതായത് ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ടൂറിസം മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന 2 പേരെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിരുന്നു. അവർ വന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം, അവർ വന്നത് എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത്, ഞങ്ങളും ഇത്തരത്തിൽ ബോട്ട് സർവീസ് നടത്തുന്ന ആളുകളാണ്, അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങളിവിടെ വന്ന് പരിശോധിക്കുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സമയത്ത് നമ്മൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു പ്രതികരണം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഞങ്ങളും ബോട്ടുടമയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരാണ്,
പ്രവർത്തകരാണ്, അല്ലെങ്കിൽ അതിന്റെ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് പരസ്യ പ്രതികരണത്തിനില്ല. പക്ഷെ അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ, ഇത്തരം കാര്യങ്ങൾ അവരെ എല്ലാം തന്നെ ബാധിക്കും എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ അവർ പോലും അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ഇങ്ങനെ സർവീസ് നടത്താൻ കഴിയുക? ഞങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ ഒരു സർവീസ് നടത്തുന്നില്ല, ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് അവർ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ ഇത്തരം ആശങ്ക ഈ മേഖലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, കാരണം ഇത് കുറെ ദിവസങ്ങളായി ഇങ്ങനെ സർവീസ് നടത്തുകയും അതിനെതിരെ ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും നിരന്തരം പരാതിപ്പെടുകയും ചെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മികച്ച രീതിയിൽ കേരളത്തിന് വലിയ തോതിലുള്ള സാധ്യതകൾ ഈ ടൂറിസം മേഖലയിലുണ്ട്. അപ്പോൾ മികച്ച രീതിയിൽ അത് നടപ്പിലാക്കി വരുമ്പോൾ ഇത്തരം സംഭവങ്ങൾ അതിന് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. നിരവധി ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരിലേക്ക് കൂടി ഒന്ന് പോകാവുന്നതാണ്. ഇത്തരം പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? ഇപ്പോൾ ടൂറിസം മേഖലയിലെല്ലാം തന്നെ വലിയ കൂടി സജീവമായി നിൽക്കുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സേഫ്റ്റി അതാണ് ഫസ്റ്റ്. അത് ഈ ബോട്ടിന്റെ ആളുകൾ സേഫ്റ്റി എങ്ങനെ വെച്ചാൽ അത് ആ സേഫ്റ്റി ജാക്കറ്റ് അതൊക്കെ നിർബന്ധമായിട്ട് ധരിപ്പിക്കണം. അതെല്ലാം ഇത് ധരിപ്പിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അത് ഭയങ്കര ഒരു ഫാൾട്ട് തന്നെയാണ് അത്. പിന്നെ ലൈസൻസിന്റെ കാര്യങ്ങൾ അതൊക്കെ വലിയ ഫാൾട്ടുകൾ തന്നെയാണ്. നിങ്ങൾ ഇവിടെ ഈ സ്ഥലത്തേക്ക് മുമ്പ് വന്നിട്ടുണ്ടോ? അതായത് ഈ ബോട്ട് സർവീസിന് വേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ബോട്ട് സർവീസ് വന്നില്ല. ഞങ്ങൾ ഇവിടെ മീൻ പിടിക്കാനൊക്കെ വരലുണ്ട്. നിങ്ങളിത് കാണാറുണ്ടോ ഈ ബോട്ട് പോകുന്നത്? ഇല്ല, ഇപ്പൊ അടുത്ത് തുടങ്ങിയതല്ല. ഇപ്പൊ അടുത്ത് ഞങ്ങൾ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ എന്നാ പറഞ്ഞു കേട്ടെ. എത്ര ദിവസം നമുക്ക് അറിയത്തില്ല. ഞങ്ങൾ 20 കിലോമീറ്റർ ദൂരാണ്. അറിഞ്ഞു വന്നവരാണ്. അറിഞ്ഞു വന്നതാണ്. ഇപ്പൊ നിങ്ങളൊക്കെ വിനോദസഞ്ചാരത്തിന് പോകുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്താണ് നിങ്ങൾ? ശ്രദ്ധിക്കാറുണ്ട്. എല്ലാവരും ഇതന്നെ എല്ലാം ഓടിക്കാറില്ലേനാണ്. ഒന്നും നമ്മള് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ സംഭവിക്കുമ്പോഴാണ് എല്ലാരും നോക്കുന്നത് അതിന്റെ വില ഇതൊക്കെ. അതൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. സേഫ്റ്റി നമ്മളൊക്കെ ജാക്കറ്റ് ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ ജാക്കറ്റ് വെള്ളത്തിലല്ലേ പങ്കുചേരുന്നു. അതാണ് കിരൺ പറയുന്നത്. കാരണം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരും പറയുന്നത്. പലപ്പോഴും ആളുകൾ എത്രയും പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, പ്രാദേശിക ടൂറിസം എല്ലാം വലിയ തോതിൽ സജീവമായി നിൽക്കുമ്പോൾ ആളുകൾ വളരെ പെട്ടെന്ന് ഈ ലൈഫ് ജാക്കറ്റ് ഉണ്ടോ എന്നൊന്നും തന്നെ നോക്കാതെ തന്നെ അതിൽ കയറുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതൊന്നും തന്നെ പാടില്ല. ഇപ്പൊ ഈ ഒരു ബോട്ടിന്റെ കേസ് എടുത്താൽ പോലും ഇതിൽ ഭൂരിഭാഗം ആളുകൾക്കും ലൈഫ് ജാക്കറ്റ് ഒന്നും തന്നെ കൊടുത്തിരുന്നില്ല. ശരി, നമുക്ക് CV അനുമോദിലേക്ക്. അനുമോദ്, ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ് പ്രസാദ് ചൂണ്ടിക്കാണിച്ചത്. ഈ ഒട്ടേറെ പേർ ഈ മേഖലയിൽ മാന്യമായി ബോട്ട് സർവീസ് നടത്തുന്നവരുണ്ട്. അവിടെയെല്ലാം പോയി നമ്മളെപ്പോലുള്ള സാധാരണക്കാരെല്ലാം പോയി, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് സവിശേഷമായ താല്പര്യമാണ് ഈ ബോട്ടിലൊക്കെ കയറാൻ. അങ്ങനെയൊക്കെ കയറാറും ഒക്കെ ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ സ്വാഭാവികമായും എല്ലാവരും ഒന്നും മടിക്കും. ഇവിടെ മാത്രമല്ല, ഏത് സ്ഥലത്ത് പോയാലും ബോട്ടിൽ കയറാൻ ഇനി കുറച്ച് കാലത്തേക്കെങ്കിലും നമുക്കൊരു സ്വാഭാവികമായ മടിയുണ്ടാവും. ഇത് ഈ മേഖലയിൽ മാന്യമായി ബിസിനസ് നടത്തുന്നവരുടെ ബിസിനസ്സിനെ കൂടിയാവും ബാധിക്കുക. യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെ ഒരു ഉത്തരവാദിത്ത ടൂറിസം വികസിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാന്യമായി ബിസിനസ് നടത്തുന്നവർക്ക് കൂടുതൽ ബിസിനസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുകൂടി ഉറപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മുടെ ഈ സംവിധാനങ്ങൾക്കില്ല. ഇനിയെങ്കിലും തുടർച്ചയായി പലപ്പോഴും അപകടം ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഇത്തരം ചർച്ചകൾ നമ്മളടക്കം ചിലപ്പോൾ നടത്തുന്നത്. പക്ഷേ ഈ സർക്കാരിന്, സംവിധാനങ്ങൾക്ക് ഇനിയെങ്കിലും ഇത് ഉറപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടിയില്ലേ? തീർച്ചയായും അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. പക്ഷേ ഈ അപകടമുണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ നിലവിൽ മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിൽ ഉല്ലാസ നൗക സർവീസ് ഉണ്ടായിരുന്ന എല്ലായിടത്തും ഇത് നിർത്തിവെച്ച ഒരവസ്ഥയിലാണ്. നമ്മൾ 2 മാസം മുൻപ് പൊന്നാനിയിലെ ബോട്ട് സർവീസിന്റെ ഒരു സ്പെഷ്യൽ വാർത്ത തന്നെ ചെയ്യാൻ പോയിരുന്നു. അന്ന് അവിടെ നമ്മൾ കണ്ടത് 20ഓളം വലിയ വിനോദസഞ്ചാര ബോട്ടുകൾ പൊന്നാനി തീരദേശത്ത്, അതായത് ഭാരതപ്പുഴയും കടലും സംഗമിക്കുന്ന ആ മേഖലയിൽ ഏകദേശം 5 കിലോമീറ്ററിലധികം ദൂരം വരുന്ന മേഖലയിൽ സർവീസ് നടത്തുന്നുണ്ട്. ആളുകൾക്കൊക്കെ ഏറ്റവും അധികം പ്രിയങ്കരമായത് സായാഹ്നത്തിലൂടെ ആ ബോട്ട് സർവീസുകളും അവിടുത്തെ സാഹചര്യങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ നിലവിൽ അവിടെയെല്ലാം തന്നെ ഈ ഒരു അപകടമുണ്ടായ സാഹചര്യത്തിൽ ബോട്ട് സർവീസ് നിർത്തിവെച്ചിരിക്കുന്നു. മാത്രമല്ല, ഇന്നിപ്പോൾ താനൂരിൽ ബോട്ട് സർവീസ് നിർത്തിവെക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നു. ഇതിൽ എവിടെയാണ് ഈ നടപടി എടുക്കേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായ പരിശോധനകൾ നടത്തി ഈ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി കൂടുതൽ ആളുകളെ കയറ്റാതെ ആവശ്യത്തിൽ മാത്രം ഈ ബോട്ടിന്റെ അല്ലെങ്കിൽ നൗകയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ആളുകളെ കയറ്റി സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ടൂറിസം സംവിധാനം, അതൊരു കൾച്ചർ ഇവിടെ വളർത്തിക്കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല, ഈ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഈ സർവീസ് നടത്താൻ അല്ലെങ്കിൽ സേവനം ലഭിക്കുമെന്ന് കാണുമ്പോൾ ആളുകൾ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നത് മറ്റൊരു ദുഃഖകരമായ കാര്യമാണെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട, മുതിർന്നവർക്ക് മാത്രം ടിക്കറ്റ് മതി എന്ന് പറഞ്ഞ് കൂടുതൽ ആളുകളെ ഈ ബോട്ട് സർവീസ് നടത്തുന്നവർ ഈ ബോട്ടിലേക്ക് വിളിച്ചു കയറ്റുമ്പോൾ
എന്നാൽ കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ലെങ്കിൽ അത് സൗകര്യമാണെന്ന് കരുതുന്നവരാണ് മിക്കവരും എന്നത് ഒരു സ്വയം വിമർശനത്തോടെ തന്നെ നമ്മൾ സമ്മതിക്കേണ്ടി വരും. കാരണം അത്തരത്തിലൊരു കൾച്ചർ അത് എവിടെ തുടങ്ങണമെന്ന് ചോദിച്ചാൽ അത് ഓരോ വ്യക്തിയും അത് ശീലിക്കേണ്ടതുണ്ട്. സുരക്ഷ എന്നത് അതീവ പ്രാധാന്യത്തോടെ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി നടപ്പാക്കേണ്ട ചില നിയമങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി പെരുമാറേണ്ടത് ഓരോ വ്യക്തി കൂടിയാണ്. അത്തരത്തിലുള്ള നമ്മുടെ താല്പര്യക്കുറവ്, സുരക്ഷയോടുള്ള അശ്രദ്ധ, ഇതൊക്കെ വിനോദസഞ്ചാര മേഖലയിൽ മറ്റുള്ളവർ മുതലെടുക്കുന്നു എന്നതും നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. കിരൺ, ശരി. എന്തായാലും ഈ വിഷയത്തിലുണ്ടായത് 22 പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ സാഹചര്യം അങ്ങനെ പെട്ടെന്ന് ഉണ്ടായ ഒരു സാഹചര്യമായിരുന്നില്ല. നിരന്തരമായ അനാസ്ഥയുടെ ഫലം കൂടിയാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചത്. കൂടുതൽ സൗകര്യങ്ങൾ നമ്മുടെ വിനോദസഞ്ചാര മേഖലയിൽ ഒരുക്കുന്നതിനൊപ്പം സുരക്ഷയ്ക്ക് കൂടി പ്രത്യേക ജാഗ്രത പുലർത്താൻ സർക്കാർ സംവിധാനങ്ങൾക്ക്, അതിന് പഞ്ചായത്ത് സംവിധാനമായാലും വകുപ്പായാലും എല്ലാവർക്കും കഴിയണം. അങ്ങനെ ഒരു സംവിധാനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ടൂറിസം മേഖല സുരക്ഷിതമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നാട്ടിലെ ടൂറിസ്റ്റുകൾക്കായാലും വിദേശ ടൂറിസ്റ്റുകൾക്കായാലും നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് വരാനും അവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗിക്കാനും കഴിയും. അത്തരമൊരു ജാഗ്രത കൂടിയാണ്, അത് ഉറപ്പിക്കൽ കൂടിയാണ് സർക്കാർ അടിയന്തരമായി തന്നെ ചെയ്യേണ്ടത്. ഇത് ഏതെങ്കിലും ഒരു അപകടമുണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രം ഏതാനും ദിവസത്തെ ചർച്ചകൾ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല, തുടർ പ്രവർത്തനമാണ് ഇതിന് പ്രധാനപ്പെട്ട ആവശ്യം. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.